നന്ദു, ഇപ്പോഴാകുമ്പോൾ നയനേച്ചി അവിടെ ഉണ്ടല്ലോ, നമ്മുടെ കാര്യങ്ങളെല്ലാം നിനക്ക് ചേച്ചിയോട് തുറന്ന് പറഞ്ഞുകൂടെ? എന്ത് കാര്യങ്ങൾ? അതെന്താണെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ? നമ്മുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും നിനക്ക് നയനേച്ചിയോട് തുറന്ന് പറഞ്ഞുകൂടെ? ഇനി നിനക്ക് പറയാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ വന്ന് ചേച്ചിയായിട്ട് സംസാരിക്കാം. അനി ഒന്ന് വെച്ചിട്ട് പോയേ. ഇങ്ങനെ നമ്മുടെ അനി എന്തിനായിരിക്കും നമ്മുടെ നന്ദുവിനോട് പറഞ്ഞിട്ടുണ്ടാവുക? അതിനുള്ള കാരണം എന്തായിരിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയാൻ നിങ്ങൾ എല്ലാവരും ആകാംക്ഷയിൽ ഇങ്ങനെ ഇരിക്കുകയാണെന്ന് എനിക്കറിയാം. അത് പറയാനായിട്ട് ഞാൻ റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ പറയുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുമാത്രമല്ല ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. ലൈക്ക് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ റിവ്യൂവിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ കനകയെ അടുക്കള പണിയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് നമ്മുടെ ജലജയും അതുപോലെ തന്നെ നമ്മുടെ ദേവയാനിയും കൂടിയാണ് ആ പണി ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ദേവയാനിയും നമ്മുടെ കനകയും കൂടി ഇങ്ങനെ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ കനക ചുറ്റിപ്പറ്റി അങ്ങോട്ടൊക്കെയൊക്കെ ഇടയ്ക്ക് പോവുകയും വരികയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കനക അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കാണ് ദേവയാനി പറയുന്നത്, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഭക്ഷണം ആവുമ്പോൾ ഞങ്ങൾ അറിയിക്കില്ലേ? അപ്പോൾ വന്നാൽ മതിയായിരുന്നല്ലോ. നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അതും പറഞ്ഞുതരേ എന്നിങ്ങനെ പറയാണ്. നിന്റെ മകൾ ഇവിടെ ഇല്ലെങ്കിലേ ഇവിടെ ഒരു കുറവും വരാൻ പോണില്ല. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇതിനു മുമ്പ് ഞങ്ങളൊക്കെ തന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നത് എന്നിങ്ങനെ പറയാണ്. അപ്പോൾ കനക ഒന്നും മിണ്ടുന്നില്ല. കനക ഇങ്ങനെ ആക്കിക്കൊണ്ട് നിൽക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ ജലജ പറയാണ്, അല്ലെങ്കിൽ തന്നെ നീ എന്തിനാടി ഇവിടെ നിൽക്കുന്നത്? നിനക്ക് അപ്പുറത്തോട്ടോ പൊയ്ക്കൂടെ? ഞങ്ങൾ നിന്ന് ജോലി ചെയ്യുന്നത് കണ്ടുകൊണ്ട് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല നിനക്ക്. പിന്നെ ഈ ജോലികളൊക്കെ നമുക്ക് നേരത്തെ അറിയാവുന്നത് തന്നെയാണ്. പിന്നെ അന്നേരം ഒന്നും ഇത് ചെയ്യാൻ എന്താണെന്ന് അറിയാമോ? നിന്റെ 2 പെൺമക്കൾ അർഹതയില്ലാതെ ഈ കുടുംബത്തിലേക്ക് വന്നു കയറിയവരാണ്. പിന്നെ അവരെ കൈവെള്ളയിൽ വെള്ളം കൊണ്ടുവച്ച് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. മഹാറാണിമാരായിട്ട് അവളുമാരെ വാഴിക്കേണ്ട ഒരു ആവശ്യവുമില്ല. അതുകൊണ്ട് തന്നെ അടി ഞങ്ങൾ അടുക്കള പണിക്കൊന്നും വരാതിരുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ദേവയാനി പറയാണ്, പിന്നെ നീൻ്റെ മോൾ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞ് ഒരു പ്രശ്നവുമില്ല. ഇനി അവൾ അങ്ങനെ നിന്ന് അവിടെ തന്നെ സ്ഥിര താമസമായാലും ഒരു കുഴപ്പമില്ല. എൻ്റെ മോനും അവൾ ഇവിടെ താമസിക്കുന്നതിനോട് ഒട്ടും താല്പര്യമില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ കനക ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് ജലജ പറയുകയാണ്, ഇവിടെ കുറേ അവളുമാരുണ്ട്, അർഹതയില്ലാത്ത കയറി വന്നവളുമാർ. തള്ളയും മക്കളും എല്ലാം കണക്കാണ്. എല്ലാ എണ്ണത്തിനെയും ഇവിടെ നിന്ന് അടിച്ചു ഓട്ടിക്കണം. നയന അങ്ങനെ നിന്ന് ചിലപ്പോൾ അവിടെ തന്നെ നിന്നാലും ആയി. പിന്നെ ഉള്ളത് ഇവിടെയുള്ള എൻ്റെ മരുമകൾ. അവളെ കൂടെ ഇവിടെ നിന്ന് അടിച്ചിറക്കിയതിന് ശേഷം ഈ വീടൊരു ശുദ്ധികലശം നടത്തണം. എന്നാൽ മാത്രമേ ഇവിടെ ഉള്ളവർക്ക് ഈ എരണം ഉണ്ടാവുള്ളൂ എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ ജലജ. അപ്പോൾ നമ്മുടെ കനക പറയാണ്, അങ്ങനെ ഇപ്പോൾ എൻ്റെ പെൺമക്കളെയും എന്നെ മാത്രം ഇവിടെ ഓട്ടിച്ചെന്ന് പറഞ്ഞ് ഇവിടെ അങ്ങനെ ശുദ്ധികലശം എത്ര ചെയ്താലും ഇവിടെ അത്ര നല്ല എഴുമ്പേറ്റൊന്നും ഉണ്ടാവാനൊന്നും പോകുന്നില്ല. അങ്ങനെ ഉണ്ടാവണമെങ്കിൽ വേറെ ചിലരെയും കൂടിയൊക്കെ ഇവിടെ നിന്ന് ഇറക്കി വിടേണ്ടി വരും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ജലജയ്ക്ക് മനസ്സിലായി ജലജയെ തന്നെയാണ് പറയുന്നതെന്ന്. അപ്പോൾ ജലജ പറയണം, നിന്ന് ഓരോന്ന് പറയാതെ നീ ഒന്ന് പോകുന്നുണ്ടോ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ കനക അവിടെ താറി നിന്നിട്ട് അങ്ങോട്ട് പോവുകയാണ്. അതേസമയം പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ജ്വല്ലറിയിൽ നമ്മുടെ ആദർശ് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ പവിത്ര അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. പവിത്ര ചെന്നിട്ട് പറയാണ്, സാർ പുതിയതായിട്ട് നമ്മുടെ ഡിസൈൻ ആവശ്യപ്പെട്ട ക്ലയൻറ്റ് ഇപ്പം തന്നെ എത്തും. അയാൾ വിളിച്ചിരുന്നു, ഉടനെ വരുമെന്ന്. ഇനിയിപ്പോൾ എന്താ ചെയ്യുന്ന സാർ? എന്താ പവിത്രേ, നീ വിചാരിച്ച പറ്റില്ല ഇതൊന്നും ചെയ്യാൻ? അത് സാർ ഞാൻ ഒരു ഡിസൈൻ ചെയ്ത് വച്ചിട്ടുണ്ട്. പക്ഷേ അത് അവർക്ക് ഇഷ്ടമാവാനായിട്ട് ഒരു ചാൻസും ഇല്ല. പിന്നെ നമ്മുടെ ക്ലയൻറ്റ് ഇപ്പോൾ പറഞ്ഞ ഡിസൈൻ എന്ന് പറഞ്ഞാൽ അത് ഇത്തിരി ടഫാണ്. എന്നെക്കൊണ്ട് പറ്റില്ല സാർ. പിന്നെ എന്തിനാ നീയൊക്കെ ഇവിടെ ശമ്പളം മേടിക്കാനായിട്ട് വരുന്നത്? ഇതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ടോ? നിങ്ങൾക്ക് വീട്ടിലിരുന്നൂടെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. സാർ പ്ലീസ്, സാർ ഇപ്പോൾ വാശിയൊന്നും കാണിച്ചിരിക്കേണ്ട. മാഡത്തിനെ ഒന്ന് വിളിക്കും സാർ. മാഡത്തിനോട് ഹെൽപ്പ് ചോദിക്കും. ഞാൻ എന്തിനാ ഇപ്പം നയനെ വിളിച്ച് ഹെൽപ്പ് ചോദിക്കുന്നത്? നിങ്ങളല്ലേ എൻ്റെ സ്റ്റാഫ്. അപ്പോൾ നിങ്ങൾ തന്നെയാണ് അത് കൈകാര്യം ചെയ്യേണ്ട ആവശ്യം. പക്ഷേ വരുന്ന ക്ലയൻറ്റിന് വർക്ക് ഇഷ്ടപ്പെടാതെ പോയി കഴിഞ്ഞാലുണ്ടല്ലോ, അതിൻ്റെ നഷ്ടം നിൻ്റെ സാലറിയിൽ നിന്നായിരിക്കും ഞങ്ങൾ കട്ട് ചെയ്യുന്നത് എന്നിങ്ങനെ പറയാണ്. അപ്പോൾ പവിത്ര പറയാണ്, അത് സാർ മാഡത്തിനെ ഒന്ന് വിളിക്കും സാർ പ്ലീസ്. ഈ ക്ലയൻറ്റ് പോവുകയാണെങ്കിൽ എൻ്റെ സാലറിയിൽ നിന്ന് പിടിക്കും. വീണ്ടും വരുന്ന ക്ലയൻറ്റ് പോവുകയാണെങ്കിൽ എന്ത് ചെയ്യും സാർ എന്നിങ്ങനെ പറയുമ്പോഴാണ്, എന്നെക്കൊണ്ടൊന്നും പറയിക്കരുത്. നിങ്ങൾക്ക് പിന്നെ എന്തിനാണ് ഇവിടെ സ്റ്റാഫുകളെന്ന് പറഞ്ഞിരിക്കുന്നത്? മെയിൻ ഡിസൈനറാണല്ലോ പവിത്ര മെയിൻ ഡിസൈനർ എന്ന് പറയുന്നതിൽ എന്താ ഇത്ര അർത്ഥം
എന്നിങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ആദർശ് ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ എന്നിട്ട് പവിത്രയോട് പോവാൻ പറയുകയാണ് അവിടെ നിന്ന്. അങ്ങനെ പവിത്ര നടന്ന് പോകാനായിട്ട് തുടങ്ങുമ്പോൾ പവിത്ര പിറുപിറുക്കുകയാണ്. പവിത്ര പറയണം, സാറിന് എന്താ ഇങ്ങനെ ഇത്രയും ദേഷ്യം നല്ലതല്ല മനുഷ്യർക്ക് എന്നിങ്ങനെ പറയണം. അപ്പോൾ ആദർശ് ചോദിക്കണം, പവിത്ര അവിടെ ഒന്ന് നിന്നേ, പവിത്ര ഇപ്പം എന്താ പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞില്ല സാർ. അല്ല, പവിത്ര എന്തോ പറഞ്ഞു. അല്ല സാർ, മാഡത്തിനോടുള്ള ആ ദേഷ്യമൊക്കെ മാറ്റി വെച്ചിട്ട് മാഡത്തിനെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഇപ്പം നമുക്കല്ലെങ്കിൽ കോടികളുടെ നഷ്ടം മാത്രമല്ല ഉണ്ടാവുന്നത്. പിന്നെ നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ജ്വല്ലറിക്ക് ഇപ്പോൾ ഉള്ള ആ ഒരു പേരുണ്ടല്ലോ, അതുകൂടി പോവും. നമുക്ക് നമ്മുടെ മുന്നിൽ ഏത് ക്ലയൻറ്റ് ഏത് തരം ഡിസൈൻ ആവശ്യപ്പെട്ടാലും നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇതൊക്കെ നിനക്ക് നന്നായിട്ട് അറിയാമല്ലേ, പിന്നെ നിനക്കൊന്ന് ശ്രമിച്ച് നോക്കിയാൽ എന്താ എന്നിങ്ങനെ ചോദിക്കുകയാണ്. സാർ പ്ലീസ് സാർ, മാഡത്തിനെ ഒന്ന് വിളിക്കൂ സാർ. ഞാൻ വിളിക്കില്ല, എന്തായാലും ഞാൻ അവളെ വിളിക്കാനൊന്നും പോകുന്നില്ല. എന്നാൽ ഞാനൊന്ന് വിളിച്ചോട്ടെ. അതൊക്കെ പവിത്രയുടെ ഇഷ്ടം. അങ്ങനെ പവിത്ര എന്ത് ചെയ്യുന്നു, നമ്മുടെ നയനയെ കോൾ ചെയ്യുകയാണ്. നയന ആ സമയത്ത് നമ്മുടെ ശ്രീകൃഷ്ണ വിഗ്രഹത്തിൽ ഇങ്ങനെ പെയിൻ്റൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ കോൾ വരുന്നത്. അങ്ങനെ നമ്മുടെ നയനെ കോൾ എടുത്തിട്ട് കാര്യം തിരക്കുകയാണ്. അപ്പോൾ പറയണേ, അത് മാഡം ഞാൻ പവിത്രയാണ്. പവിത്ര എന്താ വിളിച്ചത്? പവിത്രയ്ക്ക് സുഖമാണോ? അതെ മാഡം സുഖമാണ്. എന്താ കാര്യം, പ്രത്യേകിച്ച് വിളിച്ച കാര്യം? അത് മാഡം, ഇവിടെ അർജൻറ്റായിട്ടൊരു ക്ലയൻറ്റ് വരുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അവർ അയച്ചു തന്ന ആ ഒരു ഡിസൈൻ ഉണ്ടല്ലോ, ശരിക്കും പറയുകയാണെങ്കിൽ ഞാനത് എത്ര ശ്രമിച്ചിട്ടും അത് ശരിയാവുന്നില്ല. ആ ഒരു ഓർഡർ പോവുകയാണെങ്കിൽ ഒരുപാട് നഷ്ടം ഉണ്ടാവും മാഡം. അതുകൊണ്ട് മാഡം ഒന്ന് ഈ ഡിസൈൻ ചെയ്തൊന്ന് സഹായിക്കുമോ? ഞാൻ ആ ഡിസൈനിൻ്റെ ആ ഒരു ഇത് ഞാൻ വാട്സപ്പിൽ അയച്ചു തരാമെന്ന് പറയണം. അതിൻ്റെ ആ ഒരു ഏകദേശം രൂപ അങ്ങോട്ട് അയച്ചു തരാമെന്ന് പറയണം. അതിലെന്തെങ്കിലുമൊക്കെ തിരുത്തൊക്കെ ചെയ്തിട്ട് റെഡിയാക്കി ഇങ്ങ് തരാൻ പറയുകയാണ്. അപ്പോൾ നയന പറയണം, വരച്ച് തരാം, അതിലൊന്നും എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് പറയേണ്ട ആൾ പറയണം, അല്ലാതെ താൻ പറയുന്നത് കേട്ടിട്ട് ഞാൻ വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആദർശനോട് പറ എന്നെ വിളിക്കാൻ എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം നയനെ കോൾ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആ സമയത്ത് പവിത്ര പറയുകയാണ്, മാഡം പറഞ്ഞതേ സാർ വിളിച്ചാലേ മാഡം വരച്ച് തരുള്ളൂ എന്നാണ് പറഞ്ഞത്. എനിക്കറിയാം, അപ്പോഴേ എനിക്കറിയാം അവൾ അങ്ങനെ പറയുള്ളൂന്ന്. അതുകൊണ്ടാണ് ഞാൻ പവിത്രയോട് പറഞ്ഞത്, വിളിക്കണ്ടെന്ന് പറഞ്ഞത് എന്നിങ്ങനെ പറയണം. അപ്പോൾ പവിത്ര പറയണം, സാർ പ്ലീസ് സാർ, സ്വന്തം ഭാര്യയല്ലേ, ഒന്ന് തോറ്റു കൊടുക്കുന്നതിൽ എന്താ പ്രശ്നം? നിങ്ങൾക്കിടയിൽ എന്ത് പ്രശ്നമാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എന്നാലും മാഡത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ മാഡം ഉറപ്പായിട്ടും വരച്ചു തരും. ഒരു വാക്കല്ലേ സാർ, അതിൻ്റെ പേരിൽ എത്ര രൂപയുടെ നഷ്ടവും അതുപോലെ നമ്മുടെ കമ്പനിക്ക് മോശപ്പേരുമാണ് ഉണ്ടാകുന്നത്. പ്ലീസ് സാർ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആദർശ് പറയണം, പവിത്ര പൊയ്ക്കോളൂ, ഞാൻ വേണ്ടുന്നത് ചെയ്തോളാം എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് ആദർശ് ഇങ്ങനെ ഫോൺ എടുക്കുകയാണ്. നമ്മുടെ നയനെ വിളിക്കാനായിട്ട് ഫോൺ എടുത്തിട്ട് ആദർശ് വിചാരിക്കുകയാണ്, ഞാൻ വിളിക്കണോ? ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ നയനയുടെ മുന്നിൽ ഞാൻ ചെറുതാവൂലേ? അവളാണെങ്കിൽ എന്നോട് പറയാതെ പോയത് കൂടിയാണ്. വിളിക്കാതിരുന്നാൽ ഇപ്പം എന്താ ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കണം പുള്ളിക്കാരെ. അതിനുശേഷം ആദർശ് വിളിക്കുകയാണ്. വിളിക്കുമ്പോൾ നമ്മുടെ നയനെ കോൾ എടുക്കുകയാണ്. അപ്പോൾ നയനെ ചോദിക്കുകയാണ്, എന്താ? ഹലോ, നയനയാണോ? അതെ, ആരാ? ഇത് നിനക്ക് എൻ്റെ ശബ്ദം കേട്ടാലോ അറിയില്ല ആരാണെന്ന്? എനിക്കറിയാം, എന്നാലും ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. എന്താ കാര്യം എന്നിങ്ങനെ നയനെ ചോദിക്കുകയാണ്. അപ്പോൾ ആദർശ് പറയുകയാണ്, അത് പവിത്ര വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. പവിത്രേ? ഏത് പവിത്ര? കളിക്കാതെ കാര്യം പറയടോ. പവിത്ര വിളിച്ചിട്ട് ഒരു ഡിസൈനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അത് ഒന്ന് ചെയ്തു തരാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നയന പറയാണ്, ചെയ്തു തരാം, പക്ഷേ അത് ആദർശേട്ടൻ പറയണം, എന്നാലേ ചെയ്തു തരൂ. അതല്ലേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്കിലേ ഞാൻ അതിനെപ്പറ്റി ഒന്ന് ആലോചിച്ചിട്ട് ചെയ്തു തരണോ വേണ്ടതെന്ന് ആലോചിച്ചിട്ട് തീരുമാനിക്കാം. ആദർശേട്ടനാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചെയ്തു തന്നു കഴിഞ്ഞാലുണ്ടല്ലോ, ആദർശേട്ടന് പിന്നെ ഒരു നന്ദിയില്ല എന്ന് പറയണം. അപ്പോൾ ആദർശ് പറയണം, നിനക്കിപ്പോൾ ചെയ്തു തരാൻ പറ്റുമല്ലോ, ക്ലയൻറ്റ് ഉടനെ തന്നെ വരും എന്നിങ്ങനെ പറയണം. നോക്കാം എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ ആദർശ് അങ്ങ് കോൾ കട്ട് ചെയ്യുകയാണ്. എന്നിട്ട് ആദർശ് ഇങ്ങനെ ആലോചിക്കുകയാണ്, ഞാൻ അത്രയും ടഫായിട്ട് നയനയോട് സംസാരിക്കണമായിരുന്നോ? വേണ്ടേയിരുന്നോ? ഇത്രയും ദേഷ്യപ്പെട്ട് ഞാൻ സംസാരിച്ചതല്ലേ, വേണമെങ്കിൽ ചെയ്തു തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞില്ലേ, ഇനി അവൾ അതുകൊണ്ട് ചെയ്യാതിരിക്കോ? ഇതാണ് എൻ്റെ കുഴപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് ആദർശ് വിചാരിക്കണം, അവൾ എന്തായാലും അവൾ ചെയ്തു തരും, അങ്ങനെ ചെയ്യാതെയൊന്നും ഇരിക്കില്ല എന്നിങ്ങനെ ഇരിക്കണം. അതേസമയം ഉണ്ടല്ലോ, നമ്മുടെ ക്ലയൻറ്റ് വരികയാണ്. ക്ലയൻറ്റ് വരുന്ന സമയത്തിന് നമ്മുടെ പവിത്ര അങ്ങോട്ടേക്ക് വരികയാണ്. പവിത്ര വന്നിട്ട് പറയുകയാണ്, സർ
ക്ലയൻറ്റ് വന്നിട്ടുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആദർശിനെ വിളിക്കുകയാണ്, ക്ലയൻറ്റിനോട് അവിടെ ഇരിക്കാൻ പറയുകയാണ്. അങ്ങനെ ആദർശ് അങ്ങോട്ടേക്ക് വരികയാണ്. ആദർശ് വരുന്ന സമയത്തിന് നമ്മുടെ പവിത്രയും കൂടി വരികയാണ്. പവിത്ര നമ്മുടെ നയന അയച്ചു കൊടുത്ത ആ ഡിസൈനും കൊണ്ടാണ് അങ്ങോട്ടേക്ക് വരുന്നത്. എന്നിട്ട് പറയുകയാണ്, സർ ഇതാണ് മാഡം അയച്ചു തന്ന ഡിസൈൻ എന്ന് പറഞ്ഞിട്ട് ആദർശിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. അങ്ങനെ ആദർശ് അവരുടെ മുന്നിൽ അത് പ്രസൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അവരത് നോക്കുമ്പോൾ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, വളരെ നന്നായിട്ടുണ്ട് ആദർശ്, കുറച്ച് സമയം ഞങ്ങളിവിടെ ഇരിക്കേണ്ടി വന്നെങ്കിലും ഡിസൈൻ സൂപ്പറായിട്ടുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അത് കേൾക്കുമ്പോഴത്തേക്ക് പവിത്ര മനസ്സിൽ വിചാരിക്കുകയാണ്, ഇവരെ ഡിസൈനൊക്കെ അടിപൊളിയെന്ന് പറഞ്ഞിട്ട് പോലും സ്വന്തം ഭാര്യയാണ് ഇത് ഡിസൈൻ ചെയ്തതെന്ന് സാറ് പറയുന്നില്ലല്ലോ, ഈ സാർ ഇത് എന്ത് സ്വഭാവമാണ് എന്നിങ്ങനെ പവിത്ര മനസ്സിൽ വിചാരിക്കുകയാണ്. അതിനുശേഷം പവിത്ര തന്നെ പറയണം, അത് സാർ ഇത് ആദർശ് സാറിൻ്റെ ഭാര്യയാണ് ഇതൊക്കെ ഡിസൈൻ ചെയ്യുന്നത് എന്നിങ്ങനെ പറയാണ്, ഭാര്യയാണ് ഇതൊക്കെ വരച്ചത് എന്ന് പറയുകയാണ്. അപ്പോൾ അവർ പറയാണ്, അത് ഞങ്ങൾക്കറിയാം, സത്യം പറഞ്ഞാലുണ്ടല്ലോ മൂർത്തീസ് ജ്വല്ലറിയിൽ നിന്ന് കൊടുക്കുന്ന സ്വർണ്ണം എന്ന് പറഞ്ഞാൽ 916 സ്വർണ്ണമാണ് കൊടുക്കുന്നത്. അങ്ങനെയുള്ള നിങ്ങൾക്ക് കിട്ടിയതുണ്ടല്ലോ അതേപോലെ പത്തരമാറ്റൊരു ഭാര്യയാണ് ആദർശിന് കിട്ടിയിരിക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ്. ഇത്രയും കഴിവുകളുള്ള പെൺകുട്ടിയെ വേറെ എങ്ങും കിട്ടത്തില്ല, അത് നിങ്ങളുടെ ഒരു ഭാഗ്യമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ആദർശ് അതെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിക്കുകയൊക്കെ ചെയ്യുകയാണ്. അതേ സമയത്ത് അനന്തപുരിയിലാണെങ്കിൽ എല്ലാവരും ഭക്ഷണമൊക്കെ പാചകം ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. എല്ലാവരും എന്ന് പറയുന്നത് നമ്മുടെ ജലജയും ദേവയാനിയും കൂടെ. അങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ട് എല്ലാവരും വന്നിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് ആദർശുണ്ട്, ജയനുണ്ട്, അതുപോലെ നമ്മുടെ മൂർത്തി മുത്തശ്ശനുണ്ട്, മുത്തശ്ശിയുണ്ട്, കനകയുണ്ട്, എല്ലാവരും ഉണ്ട്. ദേവയാനിയും ജലജയും കൂടിയാണ് അവർക്കൊക്കെ ഭക്ഷണം വിളമ്പി കൊടുക്കുന്നത്. അങ്ങനെ അവർ ഭക്ഷണം എടുത്തിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ശരിക്കും എല്ലാവരും വായിൽ വെച്ചിട്ട് ഇങ്ങനത്തെ ഒരവസ്ഥയിൽ ഇരിക്കുകയാണ് എല്ലാവരും, ആർക്കും അങ്ങോട്ട് ഇറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ജലജ ചോദിക്കുകയാണ്, നന്നായിട്ടില്ലേ അച്ഛാ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ മുത്തച്ഛൻ ഇങ്ങനെ ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ജയനോട് പറയാണ്, ജയ, നിൻ്റെ ഭാര്യ ദേവയാനിയും അതുപോലെ നിൻ്റെ പെങ്ങളും കൂടിയായിരുന്നു ഇന്നത്തെ പാചകം മുഴുവനും, നിനക്കിത് എങ്ങനെ തോന്നുന്നു, എങ്ങനെയുണ്ട് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ജയൻ പറയാണ്, അച്ഛാ ഇത് വേണമെങ്കിൽ നന്നായി എന്ന് പറയാം, പക്ഷേ ശരിയായിട്ടില്ല അച്ഛാ. അതേസമയം നയനമോളെ പോയി വിളിച്ചുകൊണ്ട് വരാൻ ദേവയാനിക്ക് വയ്യാഞ്ഞിട്ടല്ലേ, നയനമോള് വന്നിരുന്നെങ്കിലുണ്ടല്ലോ എത്ര രുചികരമായ ഭക്ഷണം കഴിക്കായിരുന്നു, ഇതിപ്പോൾ കഴിക്കാനേ തോന്നുന്നില്ല എന്ന് പറയണം. അപ്പോൾ ആദർശ് ഇങ്ങനെ വായിൽ വെക്കുമ്പോഴത്തേക്ക് ഒരു രക്ഷയില്ല, കൊള്ളില്ല. അപ്പോൾ തന്നെ നമ്മുടെ മുത്തശ്ശൻ ചോദിക്കണം, അല്ല ആദർശ് ഇത് എങ്ങനെയുണ്ട് ഭക്ഷണം, അത് പിന്നെ കൊള്ളാം മുത്തശ്ശ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്ക് മുത്തശ്ശൻ ചോദിക്കണം, നീ സത്യം പറ ആദർശ്, നീ എന്തിനാ കള്ളം പറയുന്നത്, നയനമോള് വെക്കുന്നതാണോ ഈ ഭക്ഷണമാണോ നല്ലത്, അത് പിന്നെ ഈ ഭക്ഷണവും കൊള്ളാം, പക്ഷേ നയന വെക്കുന്നത് തന്നെയാണ് മുത്തശ്ശ അടിപൊളി എന്നിങ്ങനെ പറഞ്ഞിട്ട് നോക്കുമ്പോൾ ദേവയാനിയുടെ മുഖത്ത് നോക്കുമ്പോൾ ദേവയാനിയുടെ മുഖം ശരിക്കും പറയുകയാണെങ്കിൽ കടന്നൽ കുത്തിയണക്കാവുകയാണ്. അപ്പോൾ ഉടനെ തന്നെ ആദർശ് പറയണം, നയന വെക്കുന്നത് കൊള്ളാന്നേ ഉള്ളൂ, പക്ഷേ അമ്മ വെക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ മുത്തശ്ശൻ പറയണം, പണ്ട് ആദർശ് കള്ളമൊന്നും പറയില്ലായിരുന്നു, ഇപ്പം ആദർശ് ദേവയാനിയോടുള്ള സ്നേഹം മൂത്ത് ഇപ്പം നാക്കെടുത്താൽ കള്ളത്തരേ പറയുള്ളൂ എന്നിങ്ങനെ മുത്തശ്ശൻ പറയുകയാണ്. അത് കേൾക്കുമ്പോൾ ആദർശ് ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുകയാണ്. അപ്പോൾ കനകയാണെങ്കിൽ ഭക്ഷണം എടുത്ത് ഇങ്ങനെ വായിൽ വെക്കാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്ക് ഇങ്ങനെ മണത്ത് നോക്കിയിട്ട് കനക പറയുകയാണ്, എന്തോ ഇതെങ്ങനെയാണ് വെച്ചിരിക്കുന്നത് എന്നൊക്കെ മനസ്സിൽ പറയുകയാണ്. അപ്പോൾ നമ്മുടെ മുത്തശ്ശി വയ്ക്കുകയാണ്, കനകയെ ആഹാരം എങ്ങനെയുണ്ട് കനകയെ എന്ന് വയ്ക്കുമ്പോൾ കനക ഇങ്ങനെ ചിരിക്കുക മാത്രമാണ് നമ്മുടെ കനക ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മുത്തശ്ശൻ പറയാണ്, സത്യം പറയല്ലോ ദേവേ, ഭക്ഷണം വകയ്ക്ക് കൊള്ളില്ല, പിന്നെ എരിയാണെങ്കിൽ വായിൽ തൊടാനേ പറ്റുന്നില്ല, ഇങ്ങനെയാണോ ഭക്ഷണം ചെയ്യുന്നത്, നിങ്ങളൊക്കെ സ്ത്രീകളല്ലേ, നിങ്ങളെല്ലാവരും കയ്യും കഴുകി, മോളിവിടെ ഉള്ളപ്പോൾ നിങ്ങളെല്ലാവരും കയ്യും കഴുകി മേശയുടെ പുറത്ത് മേശയുടെ മുന്നിൽ വന്നിരിക്കുന്ന സമയത്ത് മോളല്ലായിരുന്നോ ഭക്ഷണം കൊണ്ടുവന്ന് വേവിച്ച് വെച്ചിട്ട് നിങ്ങളുടെയൊക്കെ എല്ലാവർക്കും വിളമ്പി തരുന്നത്, അപ്പോഴെത്ര രുചിയോടുകൂടിയാണ് നിങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ദേവയാണെങ്കിൽ മരുമകളെ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിലും മരുമകൾ വെച്ചുണ്ടാക്കുന്നത് ആസ്വദിച്ച് കഴിക്കാറുണ്ടായിരുന്നല്ലോ, ഇപ്പോൾ അങ്ങനെയുള്ള ദേവ വെച്ചിട്ട് എന്തിനു കൊള്ളാം എന്നിങ്ങനെ ചോദിക്കണം. അപ്പോൾ ദേവയാനി പറയണം, അത് അച്ഛാ ഇപ്പോൾ കുറേ നാളായില്ലേ നമ്മൾ പാചകം ചെയ്തിട്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ എന്നിങ്ങനെ പറയണം. അപ്പോൾ ജലജ ഇടയ്ക്കേറി പറയണം, ഞങ്ങൾ യൂട്യൂബൊക്കെ നോക്കിയിട്ടാണ് ചെയ്തത് അതുകൊണ്ടാണ് എന്നിങ്ങനെ പറയുമ്പോൾ മുത്തശ്ശി പറയണം, നിനക്ക് നാണോ ഇല്ലേടി പറയാൻ, വയസ്സ് 19 കഴിഞ്ഞല്ലോ, യൂട്യൂബ് നോക്കി പാചകം ചെയ്തു പോലും എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ആ സമയത്ത് ജയം പറയണം, അതൊരു കാര്യമുണ്ട് അമ്മേ, അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവൾ അടുക്കളയിൽ കയറിയിട്ട് കുറേ കാലമായില്ലേ, പിന്നെ മോൾ ഇവിടെ വന്നതിന് ശേഷം എല്ലാവരും അടുക്കള അങ്ങ് മറന്നു മട്ടാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നിങ്ങനെ പറയണം. അപ്പോൾ നമ്മുടെ ദേവയാനി പറയണം, നയന ഇവിടെ ഇല്ലെന്നും പറഞ്ഞിട്ട് ഇവിടെ ആരും പട്ടിണി കിടക്കാനൊന്നും പോകുന്നില്ല, നാളെ ആവട്ടെ, ഇതിൻ്റെ വാട്ടവും കൂടെ നാളെ തീർത്ത് തന്നേക്കാം,
പിന്നെ ഇന്നിപ്പോൾ കുറേ കാലം കൂടി പാചകം ചെയ്തതിൻ്റെ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട് ഇതിൽ, അതെനിക്കും അറിയാം. പക്ഷേ നാളെ ഉണ്ടല്ലോ നല്ല സൂപ്പറായിട്ടായിരിക്കും വെക്കുന്നത്. പക്ഷേ നിങ്ങളൊക്കെ കുറ്റം പറയുന്ന അത്രയും കൊള്ളാതെയൊന്നുമില്ല, കറി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ നമ്മുടെ മുത്തശ്ശൻ പറയുകയാണ്, അതൊരു കാര്യമുണ്ട്, അവനവൻ വെക്കുന്നത് ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റില്ലല്ലോ. പണ്ട് എനിക്കൊരു മുത്തശ്ശി ഉണ്ടായിരുന്നു. എൻ്റെ മുത്തശ്ശി എന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അനുജത്തിയായിട്ടോ, അമ്മയുടെ ആരുടെ അനുജത്തി എന്നാണ് പറയുന്നത് നമ്മുടെ മുത്തശ്ശൻ പറയുന്നത്. മുത്തശ്ശൻ്റെ മുത്തശ്ശി എന്നാണ് പറയുന്നത്. അവരെങ്ങനെയാണെന്ന് അറിയാമോ, അവർക്ക് പാചകം ചെയ്യാൻ വലിയ ഇഷ്ടമാണ്. കാരണം അവർ വിവാഹം കഴിച്ചിട്ടില്ല, അതുകൊണ്ട് കുട്ടികളോ കുടുംബമോ അങ്ങനെ ഒന്നുമില്ല. അതുകൊണ്ട് അവർക്ക് പാചകം ചെയ്യാൻ വളരെ ഇഷ്ടമാണ്. മറ്റാരും പാചകം ചെയ്യുന്നത് അവർക്ക് ഇഷ്ടമല്ല. വേറെ ആരെങ്കിലും പാചകം ചെയ്താലുണ്ടല്ലോ ആരും കാണാതെ ഉപ്പും പഞ്ചസാരയും എരിയും പുളിയൊക്കെ വാരിയിടും. എന്നിട്ട് മറ്റുള്ളവരെ പാചകം കൊള്ളില്ല എന്ന് പറയിക്കും. അത് അവർക്കൊരു പതിവായിരുന്നു. അതുപോലെയാണ് ചില വീടുകളിലൊക്കെ ഇപ്പോഴും ഉള്ളത് എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ദേവയാനി ചോദിക്കണം, അതെന്താ അച്ഛാ ഇങ്ങനെ പറഞ്ഞത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഏയ് ഒന്നുമില്ല ദേവേ, ഞാൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഉടനെ കനക പറയണം, അതേ മൂർത്തി സാറേ, ഇപ്പോഴും ഉണ്ട് ഈ ചില കുടുംബങ്ങളിൽ അങ്ങനെയുള്ള അമ്മായിയമ്മമാരൊക്കെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ജലജയെ നോക്കുകയാണ്. അപ്പോൾ അവർക്കെല്ലാവർക്കും കാര്യം മനസ്സിലായി, ജലജയെ ഉദ്ദേശിച്ച് തന്നെയാണ് പറഞ്ഞതെന്നുള്ള കാര്യം. അപ്പോൾ ദേവയാനി പറയണം, അച്ഛാ ഇത്തവണ എന്തായാലും ഭക്ഷണം ഇങ്ങനെയാണെങ്കിലും ഇനി നാളത്തെ ഭക്ഷണം എല്ലാവർക്കും ഇഷ്ടപ്പെടും, നോക്കിക്കോ എന്നിങ്ങനെ ദേവയാനി പറയുകയാണ്. അങ്ങനെ എന്ത് ചെയ്യുന്നു നോക്കുമ്പോൾ നമ്മുടെ മുത്തശ്ശൻ ഭക്ഷണമൊന്നും കഴിക്കാതെ ഇങ്ങനെ എണീച്ച് പോവുകയാണ്. അതിൻ്റെ പിന്നാലെ ജയം പോവുകയാണ്, അതുപോലെ ആദർശ് എണീറ്റ് പോവുകയാണ്, കനക പോവുകയാണ്. അങ്ങനെ ആരുമില്ല, മുത്തശ്ശി എല്ലാവരും പോവുകയാണ്, ആരും ഭക്ഷണം കഴിച്ചിട്ടില്ല. അത് ദേവയാനിക്ക് ഭയങ്കര ഇൻസൾട്ട് ആവുകയാണ്. ദേവയാനി ആകെ ഇങ്ങനെ വിഷമിച്ച് നാശകോശമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ അനിയാണെങ്കിലുണ്ടല്ലോ ഇങ്ങനെ ആകെ വിഷമിച്ച് വാടി തളർന്നിരിക്കുകയാണ്. എനിക്ക് ആകെ വിഷമം, നന്ദുവുമായിട്ടുള്ള വിവാഹം നടക്കില്ലല്ലോ എന്നുള്ളൊരു ടെൻഷനാണ് നമ്മുടെ പുള്ളിക്കാരൻ. ഇപ്പോഴാണ് ടെൻഷനൊക്കെ തോന്നി തുടങ്ങുന്നത്. അങ്ങനെ നമ്മുടെ അനി ഇങ്ങനെ ഇരുന്നിട്ട് എന്ത് ചെയ്യുന്നു, വിളിക്കുകയാണ്, നമ്മുടെ നന്ദുവിനെ ഫോണിൽ വിളിക്കുകയാണ്. വിളിക്കുമ്പോൾ നന്ദു ഫോൺ എടുത്തിട്ട് ചുറ്റും നോക്കിയിട്ടാണ് ഫോൺ എടുക്കുന്നത്. നയനെ എങ്ങനെ കയറി വരുന്നതെന്ന് അറിയത്തില്ലല്ലോ. അങ്ങനെ ഫോൺ എടുത്തിട്ട് കാര്യം തിരക്കുകയാണ്. എന്താ നീ ഇങ്ങനെ വിളിച്ചത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അത് നന്ദു, നിന്നോട് ചില കാര്യങ്ങളൊക്കെ എനിക്ക് സംസാരിക്കാനുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. എന്ത് കാര്യമാണ് നിനക്ക് സംസാരിക്കാനുള്ളത്? ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ എൻ്റെ ഫോണിൽ വിളിക്കരുതെന്ന്? എൻ്റെ നന്ദു, ഞാൻ അങ്ങോട്ടൊന്ന് വരട്ടെ? എന്തിനാ നീ ഇങ്ങോട്ട് വരുന്നത്? നീ ഇങ്ങോട്ടൊന്നും വരണ്ട. അല്ല, എനിക്ക് നയനേച്ചി ഇപ്പോഴാകുമ്പോൾ അവിടെ ഉണ്ടല്ലോ, അപ്പോൾ നയനേച്ചിയുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ നയനേച്ചി എന്തായാലും നമുക്കുള്ള ആഗ്രഹം സാധിച്ചു തരും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നന്ദു പറയുന്നത്, അനി വെറുതെ ഈ കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ട് ഇങ്ങോട്ട് വിളിക്കരുത്, എനിക്കത് ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ വിളിക്കരുതെന്നും. എൻ്റെ നന്ദു, എനിക്ക് പറ്റിയ ഒരേ ഒരു അബദ്ധമേ ഉള്ളൂ. നിന്നോടൊരു ഇഷ്ടം തോന്നിയപ്പോൾ ഞാനത് നിന്നോട് തുറന്നു പറഞ്ഞില്ല. നീയും തിരിച്ചങ്ങനെ തന്നെയായിരുന്നു. അതാ എല്ലാത്തിനും കുഴപ്പമായത്. ഇനിയിപ്പോൾ ചെയ്യാനുള്ള ഒരു കാര്യമേ ഉള്ളൂ. ഞാനിപ്പോൾ അങ്ങോട്ട് വരണമെങ്കിൽ വരുന്നില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, നീ എല്ലാ കാര്യങ്ങളും നയനേച്ചിയോട് തുറന്നു പറയണം. അങ്ങനെ നയനേച്ചിയോട് എല്ലാം തുറന്നു പറയുവാണെങ്കിൽ എല്ലാ പ്രശ്നത്തിനുമുള്ള സൊല്യൂഷൻ ആവും എന്നിങ്ങനെ പറയണം. അപ്പോൾ നന്ദു പറയണം, നയനേച്ചിയോട് ഞാനൊന്നും പറയാൻ പോകുന്നില്ല, എനിക്കൊന്നും ഒട്ട് പറയാനില്ലേ താനും. അനി ഫോൺ വെച്ചിട്ട് പാടുവോക്കി പോ എന്നിങ്ങനെ പറഞ്ഞിട്ട് നന്ദു ഫോൺ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ തന്നെ നയന അങ്ങോട്ടേക്ക് കയറി വരികയാണ്. എന്നിട്ട് നയന ചോദിക്കണം, ആരോടാ നന്ദു നീ സംസാരിച്ചത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നന്ദു പറയണം, ഏയ് ആരോടും ഇല്ല ചേച്ചി. അല്ലല്ലോ, നീ കള്ളമൊന്നും പറയണ്ട, നിനക്കിപ്പോൾ കോള് വന്നതൊക്കെ ഞാൻ കണ്ടല്ലോ. ആരോടാ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പറയണേ, അതെൻ്റെ ഒരു പഴയ ഫ്രണ്ട് വിവേക്, അവനാ വിളിച്ചത്. ഇപ്പോൾ കുറേ നാളുണ്ട് ഞാൻ അവനുമായിട്ട് വിളിക്കില്ലായിരുന്നു, അതുകൊണ്ട് അവൻ വിളിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് കട്ട് ചെയ്തതാണ് എന്ന് കള്ളം പറയണം. അപ്പോൾ നയന പറയണേ, ഈ വിവേകിനെ എനിക്ക് നന്നായിട്ട് അറിയാം. ഈ വിവേക് നീയായിട്ട് എന്താ അടിയോ വഴക്കോ പ്രശ്നമോ എന്തെങ്കിലും ആയോ? അങ്ങനെ വല്ല കേസ് കെട്ടിലും പെട്ടോ നീ? അതുകൊണ്ടാണോ നീ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കുന്നത്? പറ, നീ എവിടെയെങ്കിലും ആരെങ്കിലും തലമണ്ട തല്ലി പൊട്ടിച്ചോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നന്ദു പറയണേ, ഇല്ല ചേച്ചി, അങ്ങനെയൊന്നും ഇല്ല. എങ്കിൽ പിന്നെന്താ? അതല്ലെന്നുണ്ടെങ്കിൽ നീ എന്തെങ്കിലും പ്രണയത്തിലോ മറ്റോ കുരുങ്ങിയിട്ടുണ്ടാവും, അങ്ങനെ വല്ലതും ഉണ്ടോടി എന്നിങ്ങനെ ചോദിക്കണം. ഉടനെ നന്ദു ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ചേച്ചി അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ നല്ലത്. ഇനി അഥവാ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നിനക്ക് എന്നോട് തുറന്നു പറഞ്ഞുകൂടെ? എന്തായാലും നന്ദു, ഞാൻ ഈ വീട്ടിൽ വന്നിട്ട് ആദർശേട്ടൻ്റെ അമ്മയ്ക്കോ ഒന്നും ഇഷ്ടമായിട്ടില്ല. ഞാൻ അവരോട് ആരോടും ഒരു വാക്ക് പോലും ചോദിക്കാതെ ഇങ്ങോട്ട് വന്നത്. കാരണം ചോദിച്ചു കഴിഞ്ഞാൽ അവർ പോണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വരാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്തിനാണ് വന്നതെന്ന് നിനക്കറിയാമോ? നിൻ്റെ ഈ കേസ് കേട്ട്, നിൻ്റെ ഈ
ഇപ്പോഴത്തെ ഈ പെരുമാറ്റവും ഈ ചുറുചുറുക്കില്ലായ്മയും നിൻ്റെ ഈ ടെൻഷനും ഒക്കെ ഞാൻ ഇതൊക്കെ ഞാൻ അമ്മയോട് ചോദിച്ചു. അമ്മയോട് ചോദിച്ചപ്പോഴുണ്ടല്ലോ അമ്മ വ്യക്തമായിട്ടുള്ള ഒരു മറുപടി തന്നില്ല. എന്നാൽ ഞാൻ അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛനും ഒരു വ്യക്തമായിട്ടുള്ള ഒരു മറുപടിയും തന്നില്ല. അച്ഛനൊന്നും അറിയാത്തതുപോലെ അച്ഛൻ സംസാരിക്കുന്നത്. പക്ഷേ എന്ത് തന്നെയാണേലും അമ്മയ്ക്കറിയാമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്തായാലും കുറച്ച് ദിവസം ഞാൻ അവിടെ നിന്നിട്ട് നിൻ്റെ എല്ലാ പ്രവൃത്തികളും മനസ്സിലാക്കിയിട്ട് എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കിയിട്ട് മാത്രമേ അതിനുള്ളൊരു പരിഹാരവും കണ്ടിട്ട് മാത്രമേ ഞാൻ അനന്തപുരിയിലേക്ക് പോവുള്ളൂ എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ നയന പറയുകയാണ്. അങ്ങനെ എന്താ ചേച്ചി ഇത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ നന്ദു. അങ്ങനെ നമ്മുടെ നയനെയും നന്ദുവിനെയും കാണിച്ചിട്ട് ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ്. എന്തായാലും പത്തരമാറ്റ സീരിയലിൻ്റെ എപ്പിസോഡ് അടിപൊളി എപ്പിസോഡാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നാളത്തെ എപ്പിസോഡ് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നാളത്തെ എപ്പിസോഡുമായിട്ട് ഞാൻ നേരത്തെ എത്താനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അതുപോലെ ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടവരെല്ലാവരും ലൈക്ക് ചെയ്യണം. അതുപോലെ ഇഷ്ടപ്പെടാത്തൊരു ഡിസ്ലൈക്ക് ചെയ്തോളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കണം. നിങ്ങളുടെ കമൻറ്റുകളാണ് വീണ്ടും 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 എനിക്ക് വീഡിയോ ചെയ്യാനുള്ളൊരു വാശിയും അതിനുള്ളൊരു ഊർജ്ജമൊക്കെ കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെല്ലൈക്കൻ അമർത്താൻ പ്രത്യേകം ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇനി മറ്റൊരു എപ്പിസോഡും പ്രൊമോ വീഡിയോകളൊക്കെ ആയിട്ട് ഞാൻ ചെറുപറ എന്ന് പറഞ്ഞ് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബായ്.